വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മക്കളെ, ഈ എക്സാമിന്റെ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു പാറ്റേൺ, ഒരു സംഗതിയാണ് MCQ എന്ന് പറയുന്നത്, അല്ലെ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമുക്ക് വേണമെങ്കിൽ അതിന്റെ പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ട് മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അല്ലെ? അങ്ങനെയാണ് ചിലർക്കെങ്കിലും ഈ MCQ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ട രീതി വേറെയാണ്. നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നല്ലൊരു ശതമാനം മാർക്കും ഈ MCQസിലാണ് വരുന്നത്. നോക്കുമ്പം ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ ഒക്കെ MCQ വരുന്ന സമയത്ത് 15 മാർക്കാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു പാർട്ടല്ല MCQ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? MCQസിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടിപ്സ് ടു ക്രാക്ക് MCQs ആണ്. MCQസിനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് MCQ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളൊരു എക്സാം എഴുതുന്ന സമയം നമുക്കറിയാം, അല്ലെ? 3 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ ഒക്കെ ആയിരിക്കും നമ്മുടെ എക്സാം വരുന്നത്. എത്ര ആയിക്കോട്ടെ, അതിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് MCQ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം MCQ ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമേ ഉള്ളൂ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ 5 മാർക്ക് 5 മിനിറ്റ് വീതം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സമയം അവിടെ നഷ്ടപ്പെടും. അപ്പോൾ MCQ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. എനിക്ക് ഒരുപാട് സമയം ഈ ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാനില്ല. എനിക്ക് എത്രയും പെട്ടെന്ന്, അതായത് MCQസിന്റെ സ്റ്റെപ്പുകൾക്ക് മാർക്കില്ല, ഒറ്റ സിംഗിൾ ആൻസർ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ചെയ്ത് അതിന് അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് എത്ര പെട്ടെന്ന് ഉത്തരം കിട്ടുന്നോ അത്രയും പെട്ടെന്ന് MCQസിന്റെ ഉത്തരം കണ്ടുപിടിക്കണം. അപ്പൊ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ MCQ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒറ്റ റീഡിങ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ആ MCQ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിച്ചു നോക്കുക. ഈ വായിച്ചു നോക്കുന്നതിനിടയ്ക്ക് ചില ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. ആ വായിക്കുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് വേഗം വേഗം മാർക്ക് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ബ്രെയിൻ ഒരു റിഫ്രഷ്മെന്റും ആയിരിക്കും. എനിക്ക് പറ്റും എന്നൊരു തോന്നൽ വരും. അത് കഴിഞ്ഞ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് മീഡിയം ലെവൽ ഹാർഡ്നെസ് ഉള്ള ക്വസ്റ്റ്യൻ, അതായത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുമെന്നറിയാം, പക്ഷെ നിങ്ങൾ 1 മിനിറ്റിൽ കൂടുതൽ സമയം അതിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. 2 മിനിറ്റ് ആയി, 3 മിനിറ്റ് ആവാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടുന്നില്ല, പക്ഷെ നിങ്ങൾക്കറിയാം, എനിക്കറിയാം അത് വലിയൊരു ഹാർഡ് മൊമെന്റ് ആണ്. ഒരു ചോദ്യം നിങ്ങൾക്കറിയാം, ഒന്നുകൂടെ ശ്രമിച്ചാൽ എനിക്ക് കിട്ടും എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അതിൽ നിൽക്കരുത്. സ്വിച്ച് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഒരു ഹാർഡ് ഫീലിങ്ങോടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സ്വിച്ച് ചെയ്യണം. കാരണം നിങ്ങൾ അവിടെ ബ്രെയിൻ സ്റ്റക്ക് ആയതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് അറിയായിട്ടല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, നിങ്ങളുടെ ബ്രെയിൻ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ ആ തിരിച്ച ക്വസ്റ്റ്യനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഉത്തരം കിട്ടും. അപ്പോൾ ആ ഹാർഡ് മൊമെന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടിയിട്ടില്ല, മോർ ദാൻ 1 മിനിറ്റ് നിങ്ങൾ അതിൽ സ്പെൻഡ് ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. പിന്നെയും ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്ന ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുവാനാണ്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഉത്തരം കിട്ടും. ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് തീരെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ പറയാ, കുറെ സമയം സ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒട്ടും അറിയാത്ത ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യുന്നതിന് പകരം ഗസ്സിങ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ MCQസിൽ ഗസ് ചെയ്യാനും കുറച്ച് ആസ്പെക്ട്സുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. പക്ഷെ ഇതിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് MCQ ക്വസ്റ്റ്യൻസ് വരുന്നു, ടൈം മാനേജ്മെന്റ് അടിപൊളിയായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീഡ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി. ഇതാണ് മെയിൻ സെക്കൻഡ് പോയിന്റ്. MCQ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് പോകും, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. ഈ പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഈ ധൃതിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കില്ല. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഫൈൻഡ് ദ നോട്ട്, അല്ലെ? ചിലതിൽ നോട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ടാവും, അല്ലെ? നോട്ട് ഈക്വൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ എന്ന് പറയുന്ന ചില നോട്ട്, അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ വായിക്കുന്ന ധൃതിയിൽ ഈ നോട്ട് എന്ന് പറയുന്ന സാധനം കാണാതെ പോകും, അല്ലെ? നോട്ട് ഈക്വൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്, ഇൻകറക്റ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം നോട്ട് കറക്റ്റ്. അപ്പൊ നമ്മൾ ആ കറക്റ്റ് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും യെസ് കറക്റ്റ് ആണല്ലോ ചോദിച്ചത്, അപ്പൊ അതെടുക്കും.
ചില ക്വസ്റ്റ്യൻ ഓൾവേസ് ട്രൂ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ ഓൾവേസ് എന്ന് കാണാം, അപ്പൊ എപ്പോഴും ശരിയായത്. ചിലത് സംടൈംസ് ട്രൂ എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കീവേഡ്സ് കാണാതെ പോകുമ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു റിസ്ക് നമ്മൾ എടുക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നതെങ്കിൽ കൂടി കെയർഫുള്ളി കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ്, ട്രൈ ടു ഫൈൻഡ് ദ ക്ലൂസ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടിപൊളി സാധനമാണ്. MCQ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത്, അതായത് MCQ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കും അറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ക്ലൂ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അപ്പൊ ആ ഒരു ക്ലൂ കണ്ടുപിടിക്കലാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം മാത്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരുപാട് വഴിയുണ്ട്. ചില ചോദ്യങ്ങൾ ചെയ്യാൻ ഡിഫിക്കൽട്ടായ വഴിനേക്കാളും ഈസി ആയിട്ടൊരു വഴി ഇരിപ്പുണ്ടാകും. അപ്പൊ അതും നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നെ ഇരിപ്പുണ്ടാവും. അത് നിങ്ങൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇനി വേറൊരു സീക്രട്ട് പറയാം. നമ്മളുടെ MCQ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസറിലോട്ട് വരണം എന്നൊരു നിർബന്ധവും ഇല്ല. ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ചില ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും ക്വസ്റ്റ്യനേക്കാളും. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ചില ക്വസ്റ്റ്യൻസിൽ തീരെ ബന്ധമില്ലാത്ത 4 ഓപ്ഷൻസും കറക്റ്റ് ആൻസറും ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ്, ഉത്തരമല്ലാത്ത ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് ക്ലൂസ് MCQ ക്വസ്റ്റ്യൻസിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ്. എത്രത്തോളം ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും അടിപൊളിയായിട്ടും അത്രയും കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് ഇതൊക്കെ മിസ് പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് എവിടുന്നാ കിട്ടുക? മക്കളെ, ഇതിനാണ് നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് വരുന്നത്. ഈ ഒരു ബാച്ചിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും MCQ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനും അതേപോലെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാം തന്നെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കലി ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മുടെ സൈലന്റ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഓഫർ പ്രൈസിലും കൂടിയാണ് നമ്മുടെ സൈലന്റ് ക്ലാസ്സുകൾ കിട്ടുന്നത്. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക്കലി നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ സബ്ജക്റ്റും അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ആരും തന്നെ ചാൻസ് മിസ് ചെയ്യരുത്, വേഗം തന്നെ ജോയിൻ ചെയ്യാം.